നമസ്കാരം, ഞാൻ ഡോക്ടർ നിഷ എസ് തരൻ. നിഷാസ് എഡ്യൂക്കേഷൻ ഹബിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. 2026-28 അധ്യയന വർഷത്തിലേക്കായി കേരള യൂണിവേഴ്സിറ്റി ഉൾപ്പെടെ കേരളത്തിലെ 4 യൂണിവേഴ്സിറ്റികളിലേക്ക് ബി.എഡിന് ആപ്ലിക്കേഷൻ ക്ഷണിക്കാനുള്ള സമയമായിരിക്കുകയാണ്. നമ്മുടെ ചാനലിൽ എല്ലാ വർഷവും കൃത്യമായിട്ട് ബി.എഡ് അഡ്മിഷനോടനുബന്ധിച്ചുള്ള ഒരുപാട് വീഡിയോകൾ പലർക്കും ഉപകാരപ്രദമായിട്ടുണ്ടെന്ന് പലരും പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഈ വർഷവും അഡ്മിഷൻ ആരംഭിക്കുന്നതോടൊപ്പം തന്നെ നമ്മുടെ ചാനലിൽ കുറച്ച് നാളായി വീഡിയോകൾ ഇല്ലായിരുന്നുവെങ്കിലും അഡ്മിഷനോടൊപ്പം ഞങ്ങളും എത്തിയിട്ടൊക്കെയാണ്. ഇപ്പോൾ കേരള യൂണിവേഴ്സിറ്റി ഉൾപ്പെടെ കേരള MG അതുപോലെ കാലിക്കറ്റ്, കണ്ണൂർ യൂണിവേഴ്സിറ്റികളിൽ ബി.എഡ് അഡ്മിഷന് വേണ്ടിയിട്ടുള്ള ഒരുക്കങ്ങൾ നടക്കുന്നുണ്ട് എന്നാണ് അറിയുന്നത്. പലരും തെറ്റിദ്ധാരണയുടെ പേരിൽ MSc കഴിഞ്ഞവർക്ക് 1 വർഷത്തെ ബി.എഡ് ഉണ്ടാകുമെന്ന് പ്രതീക്ഷിച്ചിരിക്കുന്നു എന്നാണ് പല സംശയങ്ങളിൽ നിന്നുമൊക്കെ അറിയാൻ കഴിയുന്നത്. പക്ഷെ അങ്ങനെ ഒരു സംവിധാനം നമ്മുടെ കേരളത്തിലേക്ക് ഇതുവരെയും എത്തിയിട്ടില്ല. ഇപ്പോഴും 2 വർഷത്തേക്കുള്ള ബി.എഡ് അഡ്മിഷനാണ് ഇപ്പോൾ കേരള യൂണിവേഴ്സിറ്റി ഉൾപ്പെടെ തന്നെ തുടങ്ങാനായിട്ട് പോകുന്നത്. ഡിഗ്രി കഴിഞ്ഞവർക്ക് 2 വർഷത്തെ ബി.എഡ് ചെയ്യുന്നതിനുള്ള അഡ്മിഷൻ ആയിരിക്കും 2026-28 വർഷത്തേക്ക് ആരംഭിക്കാൻ പോകുന്നത്. MScക്ക് ജോയിൻ ചെയ്യാനായിട്ട് തയ്യാറെടുത്ത് നിൽക്കുകയാണ് എല്ലാവരും. BScയും BAയും ഒക്കെ കഴിഞ്ഞവർ എന്നുള്ളത് പലർക്കും മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്. പക്ഷേ നിങ്ങൾക്ക് MA ചെയ്യാനോ അല്ലെങ്കിൽ MSc ചെയ്യാനോ ഒക്കെ ഇനിയും സാവകാശം ഉണ്ടായിരിക്കും. എന്നാൽ ഇപ്പോൾ കേരളത്തിലെ ഉൾപ്പെടെ എല്ലാ യൂണിവേഴ്സിറ്റികളിലും ഈ 2 വർഷത്തെ ബി.എഡ് 2030 കോഴ്സ് കഴിയത്തക്കവണ്ണം, അതായത് 2028 ലാസ്റ്റ് അഡ്മിഷൻ ഉണ്ടായിരിക്കും എന്നുള്ള രീതിയിലേക്ക് മാറിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഇനി 3 വർഷത്തെ ഡിഗ്രി പാസ്സായവർക്ക് ബി.എഡ് ചെയ്യാനുള്ള അവസരം അവസാനിച്ചുകൊണ്ടിരിക്കുന്നു എന്ന് തന്നെ പറയാം. കാരണം ഈ 26-ലും 27-ലും കൂടിയാൽ 28-ലും എന്ന് പറയാം, 2-3 വർഷത്തിൽ മാത്രമേ ഇനി ബി.എഡ് ചെയ്യാനുള്ള അവസരം ഉണ്ടാവുള്ളൂ. അത് കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ചിലപ്പോൾ മേഴ്സി ചാൻസ് എന്നൊക്കെ പറഞ്ഞ് നമ്മൾ ഡിഗ്രി പരീക്ഷകളൊക്കെ എഴുതുന്നത് പോലെ ഇൻ്റഗ്രേറ്റഡ് ബി.എഡിലേക്ക് മാറിക്കഴിഞ്ഞാൽ ബി.എഡ് കോളേജുകളിൽ ചിലപ്പോൾ ഏതെങ്കിലുമൊക്കെ വളരെ ചുരുക്കം കോളേജുകളിൽ നിങ്ങൾക്ക് 2 വർഷത്തെ ബി.എഡ് ചെയ്യാനുള്ള അവസരം ഉണ്ടാകുമെന്ന് പ്രതീക്ഷ മാത്രമാണ് നമുക്കുള്ളത്. അതുപോലെ തന്നെ PG കഴിഞ്ഞവർക്ക് 1 ഇയർ ബി.എഡ് വരും എന്നുള്ളതും ഇതുവരെയും ചർച്ചയിലൊന്നും തന്നെ വ്യക്തമാവുകയോ അല്ലെങ്കിൽ അതിൻ്റെ ഒരു സിലബസ് ഫോർമേഷനോ ഒക്കെ നടക്കുന്നതായിട്ടോ അറിയുന്നില്ല. അതുകൊണ്ട് തന്നെ കാത്തു നിൽക്കാതെ നിങ്ങൾക്ക് 2 വർഷത്തെ ബി.എഡിലേക്ക് ഡിഗ്രി കഴിഞ്ഞവർക്ക് ജോയിൻ ചെയ്യാമെന്നാണ് ഇപ്പോൾ അറിയാൻ കഴിയുന്നത്. അതുപോലെ ഇൻ്റഗ്രേറ്റഡ് ബി.എഡ് പഠിച്ചുകൊണ്ടിരിക്കുന്നവർക്ക്, അതായത് ഇൻ്റഗ്രേറ്റഡ് ഡിഗ്രി പഠിച്ചുകൊണ്ടിരിക്കുന്നത് FIUGPയിൽ ഡിഗ്രി പഠിച്ചുകൊണ്ടിരിക്കുന്നവർക്കാണ് PG കഴിയുന്നവർക്ക് 1 ഇയർ ബി.എഡിലേക്ക് അവസരം എന്നാണ് വേറൊരു നിർദ്ദേശമായിട്ട് യൂണിവേഴ്സിറ്റികളിൽ നിന്റെ ഭാഗത്ത് നിന്ന് തന്നെ ഉള്ളതായിട്ട് അറിയുന്നത്. അതുകൊണ്ട് തന്നെ 1 ഇയർ ബി.എഡ് വരും എന്ന് കരുതി ഇപ്പോൾ PGക്ക് പോവാം, പിന്നെ അത് കഴിഞ്ഞ് വന്ന് 1 ഇയർ ചെയ്യാമെന്ന് കരുതി ആരും പ്രതീക്ഷിച്ചിരിക്കേണ്ട എന്നാണ് ഞങ്ങളുടെ അഭിപ്രായം. കാരണം നിങ്ങൾ MSc ഒക്കെ കഴിഞ്ഞ് വരുന്ന സമയത്തേക്ക് ചിലപ്പോൾ ഈ ബി.എഡ് ആപ്ലിക്കേഷൻ ഉണ്ടാവുമോ എന്നുള്ളത്, ഇതുപോലെ എല്ലാ കോളേജുകളിലും ബി.എഡ് ആപ്ലിക്കേഷൻ ഉണ്ടാവുമോ എന്നുള്ളതിന് യാതൊരുവിധ ഉറപ്പും നമുക്ക് നൽകാൻ കഴിയുന്നില്ല. അതുകൊണ്ട് തന്നെ MScക്ക് പോകണമോ അതേ ബി.എഡ്, അതായത് ഒരു തൊഴിൽ സാധ്യതയുള്ള മേഖല ആദ്യം തിരഞ്ഞെടുത്ത് അതിൽ പഠനം പൂർത്തിയാക്കിയതിന് ശേഷം PG ചെയ്യുന്നതായിരിക്കും ഉത്തമം എന്ന് ചിന്തിക്കേണ്ട ഒരവസ്ഥയിലേക്ക് നമ്മൾ എത്തിയിരിക്കുകയാണ്. അഡ്മിഷനോടനുബന്ധിച്ച് ഏതൊക്കെ തരത്തിലുള്ള കോളേജുകളാണ്, എങ്ങനെയൊക്കെയാണ് അഡ്മിഷൻ എന്നൊക്കെ ഉള്ളത് തൊട്ടടുത്ത വീഡിയോകളിൽ വിശദമായി തന്നെ വരുന്നുണ്ട്. ചാനൽ കൃത്യമായി സബ്സ്ക്രൈബ് ചെയ്യുകയും എല്ലാ വീഡിയോസും കാണാൻ ശ്രമിക്കുകയും ചെയ്യുക. നമ്മുടെ പഴയ വ്യൂവേഴ്സൊക്കെ ഒത്തിരി കമൻസും വീഡിയോസ് വരാൻ ലേറ്റ് ആവുന്നതുകൊണ്ട് ഒത്തിരി മെസ്സേജുകളും ഒക്കെ വരുന്നുണ്ട്. വലിയ സന്തോഷം. എല്ലാവരും സന്തോഷത്തോടു കൂടിയും വളരെ നല്ലൊരു അക്കാഡമിക് ഇയർ പ്രതീക്ഷിച്ചുകൊണ്ടും ഒക്കെ മുന്നേറുകയാണെന്ന് അറിയുന്നതിൽ വളരെയധികം സന്തോഷം. തുടർന്നും നമ്മുടെ വീഡിയോകൾ കൃത്യമായിട്ട് തന്നെ ചാനലിലുണ്ടാവും. എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കാത്തിരിക്കുക. ഇനി വലിയ താമസം ഉണ്ടാവില്ല, തൊട്ടടുത്ത ദിവസങ്ങളിൽ തന്നെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള വീഡിയോസ് ഉണ്ടാവുന്നതാണ്. ഏവർക്കും നന്ദി.